മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക്, പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറെ പേരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. എങ്ങനെയുണ്ട്, എന്റെ അവതരണം നന്നായിട്ടുണ്ടോ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ചുപേരെ എനിക്ക് നല്ല ജെന്യുവൻ ആയിട്ട് പറഞ്ഞു തന്നു. അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ കുറച്ച് ലെങ്തി ആണ്. അപ്പൊ അത്രയും വരെയൊക്കെ നിന്ന് കാണാനായിട്ട് ആളുകൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്നും കൂടി ആലോചിക്കേണ്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ എപ്പിസോഡ്സിന്റെ എണ്ണം ആഴ്ചയിൽ കൂട്ടാനും പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടൊരു ഉപാധി എന്ന് പറയുന്നത് 2 പുസ്തകങ്ങൾ വെച്ചിട്ട് ആഴ്ചയിൽ 2 എപ്പിസോഡ്. അതാണ് ഞാൻ കണ്ടൊരു ഉപാധി. അങ്ങനെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളം പുസ്തകങ്ങളായിട്ടാണ്. 2 മലയാളം പുസ്തകം. അപ്പോ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രൈം ത്രില്ലേഴ്സ് ആണ്, അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലേഴ്സ് ജോണർ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ ഞാൻ ഈയിടയ്ക്ക് വായിച്ച 2 പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് വൺ ന്യൂറോ ഏരിയ ആണ്. ന്യൂറോ ഏരിയ ശിവൻ എടമന എഴുതിയിട്ടുള്ള ന്യൂറോ ഏരിയ. അപ്പൊ ന്യൂറോ ഏരിയ എന്ന ഈ ഒരു പുസ്തകം നമ്മളെ ഒരു ഹോസ്പിറ്റലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ കാര്യങ്ങളുമാണ് പറയുന്നത്. ജൂനിയർ ഡോക്ടറായ മീനാക്ഷിയിലൂടെയാണ് കഥ തുടങ്ങുന്നത് തന്നെ. ജൂനിയർ ഡോക്ടറായ മീനാക്ഷി സദേൺ ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന ഒരു വലിയ വൻകിട ഹോസ്പിറ്റലിൽ വരികയും അവിടെ വർക്ക് ചെയ്യുകയും തുടർന്ന് അവിടെ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസും പിന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ആളുകൾ ഇത്രയും മോശമോ എന്ന് കരുതുന്ന ഒരു എൻഡിലേക്കും എത്തിക്കുന്ന ന്യൂറോ ഏരിയ ശരിക്കും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിരിക്കും. കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇതിനകത്ത് ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ക്യൂരിയോസിറ്റി പോകും. പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഹോസ്പിറ്റലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്നാൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതൊരാൾക്കും അതിനകത്തെ മോശമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പം അത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇതൊരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ എനിക്ക് ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഞാൻ അവസാന 3-4 പേജുകൾ എത്തുന്നത് വരെയും എനിക്കിതിലെ വില്ലൻ ആരാന്ന് മനസ്സിലായില്ല. അത് ഒരു ത്രില്ലർ വായിക്കാൻ അല്ലെങ്കിൽ ത്രില്ലർ എഴുതുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നേരത്തെ ആളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു രസം ഉണ്ടാവില്ല, അവസാനം വരെ എത്തിക്കാൻ നമുക്ക് തോന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തില് ന്യൂറോ ഏരിയ വളരെ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും. നമുക്ക് ലാസ്റ്റ് വരെയും, അതായത് 3-4 പേജ്, ലാസ്റ്റത്തെ 3-4 പേജ് എത്തുന്നത് വരെയും നമുക്ക് വില്ലൻ ആരാന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. രാഹുൽ ശിവശങ്കർ എന്ന ഒരു വലിയ ചെയർമാൻ ആണ്, അതായത് വലിയ ഒരു പണക്കാരനും അതിനേക്കാൾ ഉപരി ഒരു വലിയ ഡോക്ടർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിലൂടെയും കഥകൾ പോകുന്നു, അദ്ദേഹത്തിന്റെ പാസ്റ്റ് പറയുന്നു. എല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആസ്വാദകർക്ക് കിട്ടാൻ ഇതിനും വലിയ ഒരു ക്രൈം ത്രില്ലർ ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ എന്നെ കുറച്ച് ഡിസപ്പോയിന്റ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന 3 പേജുകളിൽ എത്തുമ്പോഴേ വില്ലനെ മനസ്സിലാവുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ക്ലൈമാക്സ് എന്നെ അധികം സന്തോഷിപ്പിച്ചില്ല. അതും ഞാൻ തുറന്നു പറയാണ്. ഞാൻ ഇതിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടായിരിക്കാം. കാരണം ആ പുസ്തകം വരുന്നത് അങ്ങനെയാണ്, ഒരു വലിയ പേജ് റണ്ണർ ആട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് പേജസ് പോകും, പേജസ് വായിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവസാനം എത്തിയപ്പോ അയ്യോ ഇങ്ങനെ തീർന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് മാത്രമാണ് ഞാൻ ഈ ഒരു പുസ്തകത്തിൽ കാണുന്ന ഒരു ഫോൾട്ട്. ഇനി നമ്മൾ അടുത്ത പുസ്തകത്തിലോട്ട് പോവുകയാണ്. എന്റെ 2ാമത്തെ പുസ്തകം കോഡെക്സ് ഗിഗാസ്. ഇതാണ് ആ പുസ്തകം, അനുരാഗ് ഗോപിനാഥിന്റെ കോഡെക്സ് ഗിഗാസ്. ഈ പുസ്തകത്തോട് കൂടി സത്യം പറഞ്ഞാൽ ഞാൻ അനുരാഗ് ഗോപിനാഥിന്റെ ഒരു വലിയ ഫാനായി മാറിയേക്കാണ്. അത്രയും അധികം ഡെപ്തിലാണ് ഈ പുസ്തകം പോകുന്നത്. എന്റെ ഭർത്താവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഞാനിത് വായിച്ച് കുറച്ച് ത്രെഡുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ആള് വളരെ ക്യൂരിയസ് ആവുകയും അതിനുശേഷം ഈ പുസ്തകം ഇരിപ്പിന് വായിച്ചു തീർക്കുകയും ചെയ്ത മനുഷ്യനാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം, ഒരു വായനക്കാരനല്ലായിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ പിടിച്ച് നിർത്താൻ ഈ പുസ്തകത്തിന് പറ്റിയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ് ഈ പുസ്തകത്തിന്റെ. ഇതിലെ പ്രമേയം എന്ന് പറയുന്നത് കുറെയൊക്കെ നമുക്ക് ഇതിന്റെ ഈ പുസ്തകത്തിന്റെ എന്താ പറയാ കവർ പേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൂടുതൽ കാണിച്ചു തരാം. ഇതാണ് ആ പുസ്തകം. ഒരു വലിയ ദുരൂഹതയാണ് ഇതിനകത്ത് വരുന്നത് അല്ലെ. ഒരു പള്ളി കാണാം, പിന്നെ ഈ ഓജോ ബോർഡ് പോലത്തെ എന്തോ ഒരു സംഭവം, എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയാൻ അറിയില്ല. അതായത് ഡാർക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു സിമ്പൽ ഉണ്ട്. പിന്നെ ഒരു വല്ലാത്തൊരു രൂപം, 2 കൊമ്പും ഒക്കെയുള്ള വല്ലാത്തൊരു വലിയ രൂപം കൂടി ഈ പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട് കവർ പേജിൽ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു ത്രെഡ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോ എസ്തർ എന്ന ഒരു കൊച്ചു പെൺകുട്ടി,
4-5 വയസ്സ് പ്രായമുള്ള എസ്തർ എന്ന ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി ഒരു പുതിയ സ്കൂളിലേക്ക് മാറുകയും അതിനുശേഷം ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന വലിയ 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 മാറ്റങ്ങൾ, ആ കുട്ടിക്കെന്നല്ല ആ കുട്ടിയുടെ പാരന്റ്സിനാണ് അത് ശരിക്കും റിഫ്ലക്ട് ചെയ്തത്. എന്താ പറയാ, ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങൾ, പ്രേതത്തിന്റെ ഒരു ഭാവവും എല്ലാം കൂടി കലർന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ. അപ്പോ എസ്തർ എന്ന കുട്ടിയിലൂടെയാണ് ഈ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പല പല കാര്യങ്ങൾ ഇവിടെ റിവീൽ ആവുന്നത്. ഡാർക്ക് മാജിക്കിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം നമ്മുടെ നാട്ടില് പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇതിൽ കൂടെ വായിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു വല്ലാത്തൊരു ടെറർ എക്സ്പീരിയൻസ് ആ വരുന്നത്. നമുക്ക് ചുറ്റിനുള്ളവർ ശരിയാണോ തെറ്റാണോ, ഇല്ലെങ്കിൽ അവര് ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ പുസ്തകത്തിന്റെ ഒരു പോക്ക്. വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ ആ ദിവസം തന്നെ, അതായത് ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ്, രാത്രി 10 മണിക്കാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയത്. 80-90 പേജ് പോയത് എങ്ങനെയാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത്രയും പേജ് റണ്ണറാണ് ഈ പുസ്തകം. ഇഷ്ടപ്പെട്ടുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം ഇഷ്ടപ്പെട്ടു. കാരണം പൊതുവെ എനിക്ക് ഈ ഡാർക്ക് മാജിക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനും അതെങ്ങനെയാണ്, അതെങ്ങനത്തെ ആളുകളിലാണ് വന്ന് ഭവിക്കുന്നത്, ഇതെല്ലാം അറിയാൻ ഒരു വല്ലാത്തൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പം എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പൊ കുറച്ച് ടെറർ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോ അങ്ങനെയൊക്കെ പറ്റുന്ന ആൾക്കാർ വായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഓവറോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ ഒരു കോഡെക്സ് ഗിഗാസ് എന്ന ബൈബിളിന് പോലെ തന്നെ സാത്താന്മാരുടെ ഒരു പുസ്തകം കോഡെക്സ് ഗിഗാസ്, അതിനെ എന്താ പറയാ, സോളായിട്ട് കരുതുന്ന കുറെ അധികം ആളുകൾ. അപ്പോ ആ പുസ്തകം എങ്ങനെ ഉണ്ടാക്കുന്നു അതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സാധാരണ പോലെ പേന വെച്ച് എഴുതോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യോ ചെയ്യുന്നതല്ല അത്. അതൊരു പ്രത്യേക തരം കാര്യങ്ങളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, പേന അടക്കം. അതുപോലെ അതിന്റെ പുസ്തക താളുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വേറെ രീതിയിലാണ്. അതൊക്കെ അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പേടി തോന്നും. അങ്ങനെയുള്ളൊരു വല്ലാത്ത, എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സസ്പെൻസോട് കൂടി, ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസോട് കൂടി നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു നല്ല അനുരാഗ് ഗോപിനാഥിന്റെ നല്ലൊരു പുസ്തകമാണ് കോഡെക്സ് ഗിഗാസ്. അധികം ആരും വായിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ന്യൂറോ ഏരിയ ഒരുപാട് ആൾക്കാരുടെ, നമ്മുടെ ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ കയ്യിലുള്ള ഒരു പുസ്തകമാണ് ന്യൂറോ ഏരിയ. പക്ഷെ കോഡെക്സ് ഗിഗാസ് ഞാൻ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയും കോഡെക്സ് ഗിഗാസ് വായിക്കണം. നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് വല്ലാത്ത ഒരു വേറിട്ട എക്സ്പീരിയൻസ് അത് തരും. ഡാർക്ക് മാജിക് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു ത്രില്ലിംഗ് മൂഡ് അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അധികം പറഞ്ഞു തരുന്നില്ല. ഇന്നത്തെ എന്റെ 2 റെക്കമെൻഡേഷൻസ് ഇത് രണ്ടായിരുന്നു. ന്യൂറോ ഏരിയ ബൈ ശിവൻ എടമന, കോഡെക്സ് ഗിഗാസ് ബൈ അനുരാഗ് ഗോപിനാഥ്. ഈ 2 പുസ്തകവും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഏറെ ഇഷ്ടപ്പെട്ട 2 മലയാളം പുസ്തകങ്ങളാണ്. അപ്പോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ നറേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2 പുസ്തകങ്ങൾ വായിക്കണം. അപ്പോ ഇനി അടുത്തൊരു എപ്പിസോഡ് വരുന്നത് വരെ, ദിസ് ഇസ് ലക്ഷ്മി സൈനിങ് ഓഫ്.